വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഹൈബി ഈഡൻ, എറണാകുളത്തു നിന്നുള്ള ലോകസഭ MP, കേരളത്തിലെ കോൺഗ്രസിൻ്റെ തിളങ്ങി നിൽക്കുന്ന യുവനേതാവ്. സ്വാഗതം ഹൈബി. നമസ്കാരം. ഹൈബി, കേരളത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ചൂടാണ്. തെരഞ്ഞെടുപ്പിനായിട്ട് കോൺഗ്രസും അതിനേക്കാൾ ഏറെ ഭരിക്കുന്ന LDFും പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു യങ് MP എന്നുള്ള നിലയിൽ ഒരു പരിധിവരെ കാര്യങ്ങളെ പുറത്തുനിന്ന് വീക്ഷിക്കാൻ ഹൈബിക്ക് കഴിയും. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, പിന്നെ അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ഒരു അറ്റ്മോസ്ഫിയറിൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയെ ഹൈബി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? 9 വർഷം പൂർത്തീകരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായും ഒരു വലിയ ആൻറ്റി ഇൻകംപൻസി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും നാഷണൽ പോളിറ്റിക്സ് നോക്കുന്ന ആളുകളാണ്. ഓരോ സ്റ്റേറ്റിലെ ഇലക്ഷൻ അവിടെ യാത്ര ചെയ്ത് കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സ്റ്റേറ്റിൽ ഇതുപോലെ ആൻറ്റി ഇൻകംപൻസി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായ ഗുരുതരമായ ക്രൈസിസ്, ഫിനാൻഷ്യൽ ക്രൈസിസ് കേരളം നേരിടുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ വളരെ കാലികമായ ഒരു വിഷയമാണ്. ചരിത്രത്തിലാദ്യമായി പഞ്ചാബിനെ പോലെ കേരളം ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ ചെറുപ്പക്കാരെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സ് എല്ലാം ജനങ്ങളുടെ ഇടയിൽ അവരുടെ സ്വൈര്യ ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ വെച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സിനൊരു തിളങ്ങുന്ന വിജയം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിൽ തന്നെ കുറേ കൂടി ഒരു പ്രൊഫഷണലായിട്ടുള്ള സ്ട്രാറ്റജിക്കലായിട്ടുള്ളൊരു എലക്ഷനാണ് ഈ കാലഘട്ടം നമ്മൾ കാണുന്നത്. അതിന് കോൺഗ്രസ് പല സ്റ്റേറ്റിലും കർണാടക പോലെ തെലുങ്കാന പോലുള്ള സ്റ്റേറ്റുകളിൽ അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് നമ്പേഴ്സ്. BJP വോട്ട് ഷെയർ മുൻപ് എങ്ങുമില്ലാത്തതിനേക്കാൾ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടി വേണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ. അപ്പോൾ ജനപ്രിയരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുക, ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു സംഘടന എന്ന് പറയുന്നത് വളരെ കെട്ടുറപ്പുള്ളതായിട്ടാണ് ജനറലി കരുതപ്പെടുന്നത്. പക്ഷേ കുറേ നാളുകളായി കുറേ അസ്വാരസ്യങ്ങൾ എന്ന് പറയുന്ന ചില സ്വരങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഹൗ കോൺഫിഡൻറ്റ് ആർ യു അബൌട്ട് ദ കോൺഗ്രസ് സിറ്റുവേഷൻ, ഓർ ഐ വുഡ് സേ സിറ്റുവേഷൻ ഇൻ കേരള റൈറ്റ് നൗ? നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംഘടനാ സംവിധാനമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഏറ്റവും മികച്ച ഒരു സംഘടനാ സംവിധാനമുള്ള സ്റ്റേറ്റ് തന്നെയാണ്. അതൊന്ന് അടുക്കും ചിട്ടയോടും കൂടി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ, അതിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൻ്റെ ഒരു പുതിയ മുഖം നൽകിയാൽ, അതിന് ഏറ്റവും താഴെ തട്ടിലേക്ക് നല്ല രീതിയിൽ അത് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി അത് ഞങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓർഗനൈസേഷനെ പോലെ തന്നെയാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത്. ഈ രണ്ട് ഫാക്ടേഴ്സും ഒരുമിച്ച് വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തോതിൽ നമ്മൾ CPM-ഉമായിട്ടൊരു കമ്പാരിസൺ നടത്തുമ്പോൾ CPM-ന് 99% കുഴപ്പങ്ങളും തെറ്റുകളും കുറ്റങ്ങളും നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരുടെ 1% എന്ന് പറയുന്നത് അവരുടെ സംഘടനാ സംവിധാനമാണ്. ആ 1% ഞാൻ ഒരു മാർക്ക് അവർക്ക് കൊടുക്കുകയിൽ അതവരുടെ ഓർഗനൈസേഷണൽ കേപ്പബിലിറ്റി തന്നെയാണ്. അപ്പോൾ ഇപ്പുറത്ത് നമുക്ക് CPM-നെ ഫൈറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം നമുക്കുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് സിസ്റ്റം. ആ സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയും. അത് ഏറ്റവും മികച്ച രീതിയിൽ ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഇൻ്റർവെൻഷനോടുകൂടി കൂടുതൽ കരുത്തോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഈയിടെ ഈ മലയാളത്തിൻ്റെ തന്നെ ഒരു പോഡ്കാസ്റ്റിൽ സീനിയർ കോൺഗ്രസ് നേതാവ് ശശി തരൂർ പറഞ്ഞു, ഒരു ഫേസ് വേണം കോൺഗ്രസ്സിന്, അതായത് കമ്മിറ്റഡ് കോൺഗ്രസ് വോട്ട് ബേസിന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു ഫേസ് വേണം കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇനിയും പ്രതിപക്ഷത്തിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹൈബി ഈഡന് തോന്നുന്നുണ്ടോ കോൺഗ്രസ്സിന് ഒരു ഫേസ് അത്യാവശ്യമാണ്? അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഡിക്ലെയർഡ് CM കാൻഡിഡേറ്റ് വേണമെന്ന് തോന്നുന്നുണ്ടോ?
അല്ല, കോൺഗ്രസ്സിന് ഒരു കാലത്തും അങ്ങനെ ഒരു CM ഫേസ് ആയിട്ട് ഉയർത്തി കാണിച്ചിട്ടില്ല. ഇപ്പോൾ K കരുണാകരനും AK ആൻ്റണിയും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും അതിലാരാകും എന്നുള്ള പല സമയത്തും ആശങ്കകളുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം CPMന് ഒരു മുഖമേ ഉള്ളൂ എന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ഒരുപാട് മുഖങ്ങളുണ്ട്. ദ ബെസ്റ്റ് ലൈൻ ഓഫ് സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് ഉള്ളത് കോൺഗ്രസ്സിനാണ്. ചെറുപ്പക്കാർ MLA-മാരും MP-മാരും ഒക്കെ ചെറുപ്പക്കാരുള്ളത് കോൺഗ്രസ്സിലാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഒരു നേതൃദാരിദ്ര്യമില്ല. ഒരിക്കലും കോൺഗ്രസ്സിന് അങ്ങനെ ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് എപ്പോഴും ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ തെലങ്കാനയിലാണെങ്കിലും നമ്മൾ കർണാടകയിലാണെങ്കിലും ഒരു മുഖം ഉയർത്തി കാണിച്ചിട്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു CM ഫേസ് എന്നതിനേക്കാൾ കൂടുതൽ യോജിച്ച കെട്ടുറപ്പോട് കൂടിയിട്ടുള്ളൊരു അച്ചടക്കം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ആവശ്യം. അത് കോൺഗ്രസ്സിന് നന്നായി ചെയ്യാൻ സാധിക്കും, മുൻകാലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്നതിലും സ്ട്രാറ്റജി ഉണ്ടാക്കുന്നതിലും പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ച് വരുത്തുന്നതിനും ഉണ്ടാവണം. അത് മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസ് ഇസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ദേ ഹവ് ഡൺ ഇൻ തെലങ്കാന, കർണാടക. വി വിൽ ഡു ഇറ്റ് ഹിയർ ഓൾസോ. ശശി തരൂർ പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റഡ് സപ്പോർട്ട് ബേസ് എന്ന് പറയുന്നത് ഇത്ര %, 19 ഹോവറിങ് അറൗണ്ട് 19. അപ്പോൾ അതിലപ്പുറം നേടുന്ന ഒരാൾ വന്നെങ്കിലേ ഉള്ളൂ കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തോന്നൽ ഹൈബിക്കുണ്ടോ? അല്ല, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എന്താണ് അതിൻ്റെ ബേസ് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കേരളം ഉണ്ടായ കാലം മുതൽ നമുക്ക് അറിയാം, കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് കൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ജയിക്കുന്നത്. വലിയൊരു പക്ഷം നിഷ്പക്ഷവാദികളാണ്. ഇപ്പോൾ CPM, കോൺഗ്രസ്, BJP എന്ന് ഒഴിച്ചാൽ ഒരുപാട് നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുണ്ട്. ഇപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലൊന്നാണ് കഴിഞ്ഞ പാർലമെൻറ്റിൽ ലഭിച്ചത്. 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം. എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ മുഴുവൻ വോട്ടിനേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമാണോ? അത് കോൺഗ്രസിൻ്റെ വോട്ട് മാത്രമല്ല. VD സതീശൻ പറവൂരിൽ നിന്ന് ജയിച്ചത് ഇത് 5ാമത്തെ തവണയാണ്. അദ്ദേഹം 1996 ആദ്യം മത്സരിച്ചപ്പോൾ അദ്ദേഹം അവിടെ CPI ജയിച്ചു, അദ്ദേഹം തോറ്റു. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് വർക്ക് ചെയ്തു. അവിടെ ഏറ്റവും കൂടുതൽ അനുഭാവികളുള്ളത് CPIക്കും CPMനുമാണ്. ഇടതുപക്ഷ ചായ്വുള്ള ഒരു മണ്ഡലമാണ് നോർത്ത് പറവൂർ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒരുപാട് വോട്ട് ലഭിക്കുന്നില്ലേ? അതിൽ CPM വോട്ടുണ്ടാവും, BJP വോട്ടുണ്ടാകും. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഒരു സിസ്റ്റത്തോടുള്ള ഒരു ഫെയിലിയറും ഭരണ കക്ഷിയോടുള്ള എതിർവികാരവും അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ്, അൺറെസ്റ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, എവറി ഫാക്ടർ ഇസ് ടേൺഡ് ഇൻ ടു വോട്ട്. അപ്പോൾ അത് ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് വരുന്നത്. അതൊരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന വോട്ടല്ല. വ്യക്തിക്ക് ആ മണ്ഡലത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. അതിനപ്പുറമായിട്ട് ജനറൽ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു സിനാരിയോ ഉണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് വലിയ മേൽക്കൈ ഉണ്ടാകും. അതുകൊണ്ട് ദാറ്റ് ഈസ് ഒരു 19% എന്നുള്ളത് പെർസെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കോൺഗ്രസ് അതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ. 2 പ്രാവശ്യം ഹൈബി ഈഡൻ MLA ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ 2ാമത്തെ ടേമാണ് ലോക്സഭയിൽ. ഹൈബിക്കറിയാം കേരളത്തിലെ കോൺഗ്രസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഹൈബി തന്നെ പറഞ്ഞു, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, സംഘടന നല്ലതാണ്. പക്ഷേ നാഷണൽ ലെവലിൽ കോൺഗ്രസിനെ പറ്റി പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കെട്ടുറപ്പുള്ള സംഘടന ഇല്ല എന്നുള്ളതാണ്. ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പ്രവർത്തനവും അവിടുത്തെ പ്രവർത്തനവും നേരിട്ട് കാണുന്ന അടുത്തറിഞ്ഞ ഒരാളാണ്. എന്താ വ്യത്യാസം? അല്ല, കേരളത്തിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. കേരളത്തിന് സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, യൂത്ത് പൊളിറ്റിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോഴും കേരളം വ്യത്യസ്തമായി നിൽക്കുന്ന, സംഘടനാപരമായി ഏറ്റവും മികവ് പുലർത്തുന്നൊരു സംസ്ഥാനമാണ്. പലപ്പോഴും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോയാൽ പല സ്ഥലത്തും ഓർഗനൈസേഷനിൽ നമ്മൾ വലിയ വീക്കാണ്. പ്രാദേശിക പാർട്ടികൾക്ക് നമ്മൾ അവരായിട്ട് അലയൻസ് ഉണ്ടാക്കുമ്പോഴും പ്രാദേശിക പാർട്ടികൾ പ്രാദേശിക വികാരം ഉണർത്തി, ഇപ്പോൾ തമിഴ്നാട് റേസ് ചെയ്യുന്നൊരു വിഷയം ഒബ്വിയസ്ലി കോൺഗ്രസ്സിന് റേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ DMK ഒരു വിഷയം ഉന്നയിക്കുകയാണ്. ആ വിഷയം അതേ വികാരത്തോടു കൂടി നാഷണൽ ലെവലിൽ കോൺഗ്രസ്സിന് ഉന്നയിക്കാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് ഒരു നാഷണൽ പാർട്ടിയാണ്. അതുപോലെ തന്നെ റീജിയണലായിട്ടുള്ള പല ഓർഗനൈസേഷൻസും അവരുന്നയിക്കുന്ന വിഷയങ്ങൾ ആ സ്റ്റേറ്റിൽ ചിലപ്പോൾ റെലവൻ്റ് ആയിരിക്കാം, റീജിയണലി റെലവൻ്റ് ആയിരിക്കാം. പക്ഷേ കോൺഗ്രസ്സിന് അത് ഉന്നയിക്കാൻ പറ്റില്ല. പക്ഷേ ഐ അക്സെപ്റ്റ് ദ ഫാക്ട്,
that organizationally there are many states where Congress is pretty weak. നമ്മൾക്ക് ഗ്രാസ് റൂട്ട്സിൽ നിന്ന് കോൺഗ്രസ്സിനെ റീവാമ്പ് ചെയ്യേണ്ട ഒരു വലിയ സാഹചര്യം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. അതിന് പുതിയ മുഖങ്ങൾ വരണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് എമർജ് ചെയ്യേണ്ടത്, ഞങ്ങൾ തോറ്റോട്ടെ, പരാജയപ്പെട്ടോട്ടെ, പരാജയം വീണ്ടും വീണ്ടും പെട്ടോട്ടെ, പക്ഷേ ആ ഒരു ലീഡർഷിപ്പാണ് ഇനി ഫ്യൂച്ചർ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആളുകൾക്ക് ക്ഷമയില്ല. ആളുകൾ പെട്ടെന്ന് പല ഫാക്ടേഴ്സിൻ്റെയും മുകളിൽ പാർട്ടി മാറിപ്പോകുന്നു. പല സെൻട്രൽ ഓർഗനൈസേഷൻസിനെയും ഉപയോഗിച്ച് അവരെ വേട്ടയാടാൻ ശ്രമിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തി അവരെ പാർട്ടി മാറ്റുന്നു. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഐ ഓൾവേസ് ബിലീവ് ദറ്റ് പൊളിറ്റിക്സ് ഒരു ദിവസം കൊണ്ട് പൊളിറ്റിക്സിന് മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളത്. ഒരു ദിവസം ക്യാൻ മേക്ക് എ ചേഞ്ച്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യം മാറി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഹൈബിൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ കുറേയേറെ നേതാക്കന്മാരുണ്ട്, ദാരിദ്ര്യം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈസ് ദർ എൻ ഇഷ്യൂ ഓഫ് ടു മെനി ലീഡേഴ്സ്? ബിക്കോസ് ഈ സെക്കൻഡ് റങ് ലീഡർഷിപ്പിൻ്റെ കാര്യവും ഹൈബി ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾ പല യുവ നേതാക്കന്മാരെ, അതായത് ഞാൻ ഡൽഹിയിലിരുന്ന് കാര്യങ്ങൾ മറ്റേ കേരളത്തിലെ കോൺഗ്രസിനെ വാച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ അറിയുന്ന കുറേ ഫേസസ്, യു ആർ ഹിയർ, ഷാഫിയുണ്ട്, ഇപ്പോൾ ഡീന് ഇടുക്കി ഭാഗത്തു നിന്ന് വന്നു. അങ്ങനെ ഈ യങ് നേതാക്കന്മാരെ എല്ലാം എന്തുകൊണ്ടാണ് ഈ ലോക്സഭയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് തട്ടിയിരിക്കുന്നത്? അല്ല, പല രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ പി രാജീവ് 2019 സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ് എറണാകുളം പോലൊരു ജില്ല, കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി നഷ്ടപ്പെടേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം പാർട്ടി എനിക്ക് അങ്ങനെ ഒരു ചുമതല നൽകിയത്. രാജ്യസഭയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, CPM-ൻ്റെ ഒരു യുവക മുഖമായിരുന്നു രാജീവ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഷാഫി ആണെങ്കിലും വടകര പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തൃശ്ശൂർ മുരളീധരനെ മാറ്റി മത്സരിപ്പിച്ചു. അങ്ങനെ പല ഫാക്ടേഴ്സിലാണ് ഇവരെല്ലാം സ്ഥാനാർത്ഥികളായത്. അല്ലാതെ ഞങ്ങളെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞു. കോൺഗ്രസ്സിന് ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വാക്കാണ് തന്ത വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്ത വൈബ് പലപ്പോഴും ഒരു പുതിയ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ നേതാക്കന്മാർക്ക് കഴിയണം. ഇപ്പോൾ ഉള്ളവർ കഴിയുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഏജ് ഒരു ഫാക്ടർ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദർ ആർ മെനി വേഴ്സറ്റൈൽ ലീഡേഴ്സ്. ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിൻ്റെ ഇപ്പോൾ പറഞ്ഞ പോലെ ലീഡർഷിപ്പിലുണ്ട്. പക്ഷേ അവർക്ക് പുതിയ തലമുറയുടെ ആസ്പിറേഷൻസ് എന്താണെന്ന് കൂടി മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങളും എൻ്റെ മോളുടെ അടുത്ത് നിന്ന് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. പല പാട്ടുകളും എനിക്കറിയാവുന്നത്, പല വാക്കുകളും എനിക്കറിയാവുന്നത് എൻ്റെ മോള് പറഞ്ഞിട്ടാണ്. അപ്പോൾ ജനറേഷണൽ ഷിഫ്റ്റ് നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡിസ്കണക്റ്റ് പല ആൾക്കാർക്കും ഉണ്ട്. ഡിസ്കണക്റ്റ്, വി ഷുഡ് ബി വെരി ഫെയർ. പല ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ തന്ത വൈബ് മാറ്റി വെച്ചിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകേണ്ടത്. അപ്പോൾ ഹൈബി ഈസ് ആസ് ഫാർ ആസ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഹൈബി ഒരു നേതാവാണ് ഇപ്പോഴത്തെ നേതൃത്വം മാറണമെന്നാവശ്യപ്പെട്ടത്. അതിനകത്ത് ഇപ്പോൾ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടാകാത്തതിൽ ഹൈബിയെ പോലെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് എന്തെങ്കിലും നീരസമുള്ളതായിട്ട് ഹൈബിക്ക് തോന്നിയിട്ടുണ്ട്? അപ്പോൾ ഞാൻ ലീഡർഷിപ്പ് മാറണമെന്ന് എവിടെ വായിച്ചത്? ഇല്ല, വായിച്ചില്ലെങ്കിലും അല്ല, ഹൈബി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനകത്തൊക്കെ അതിനകത്തൂടെ യു എക്സ്പ്രസ്ഡ് യുവർ വ്യൂ. അതിനകത്ത് ആർക്കും സംശയമൊന്നുമില്ല. അല്ല, ഞാൻ കോൺഗ്രസ്സിന് എന്താണ് നല്ലത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ രാഷ്ട്രീയം കാണുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും ലീഡർ കെ കരുണാകരൻ്റെ വലിയ ആഡ്രൻ ഫാൻസായിരുന്ന ആൾക്കാരാണ് ചെറുപ്പം മുതൽ. ലീഡർ ശ്രീ കെ കരുണാകരൻ പാർട്ടി വിട്ട് പോയപ്പോഴും ഞങ്ങൾ സ്റ്റുഡൻറ്റ് ലീഡേഴ്സ് KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ പാർട്ടി വിട്ട് പോയില്ല. പാർട്ടി കംസ് ഫസ്റ്റ് എന്നുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ പാർട്ടി വിടാതെ ലീഡറോടൊപ്പം പോകാഞ്ഞത്. ലീഡറെ പോലെ ഒരു ഫിഗർ പാർട്ടിയിൽ നിന്ന്, ഒരു ഫാദർലി ഫിഗർ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ, അപ്പോൾ പാർട്ടിയുടെ ഗുണത്തിന് എന്താണോ വേണ്ടത്, പാർട്ടി എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിക്ക് എന്താണോ മെച്ചം. ഇപ്പം നമ്മളൊരു അസംബ്ലി ഇലക്ഷൻ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിനുമുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്. അതിനേക്കാളും എല്ലാം അപ്പുറമായിട്ട് പാർട്ടിയുടെ ഒരു വലിയ ഭാവിയുണ്ട്. അപ്പോൾ അതിനെന്താണോ കാലാകാലങ്ങളിൽ നല്ലതെന്ന് നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മൾ തുറന്നു പറയാൻ മടിയൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ നേതാവ് മാറണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു റീവാമ്പ്
വേണം, അത് ഏത് തരത്തിൽ വേണമോ എന്നുള്ളത് ലീഡർഷിപ്പ് തീരുമാനിക്കണം. ആര് വരണം, KPCC റീഷഫിൾ ചെയ്യണോ, AICC റീഷഫിൾ ചെയ്യണോ, പുതിയ ആളുകൾക്ക് ചുമതല കൊടുക്കണോ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം പാർട്ടി തീരുമാനിക്കട്ടെ. പക്ഷേ ഇവിടെ ഹൈക്കമാൻഡ് ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അതിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം അന്ന് വന്ന ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ലീഡർഷിപ്പിന് ബോധ്യമുണ്ട് എന്താണ് ആവശ്യമുള്ളത്. അത് അവർ ഓരോ കാലഘട്ടത്തിൽ അങ്ങനത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഹൈബി ഇപ്പോൾ ലോക്സഭയിൽ 6 വർഷത്തോളമായി. ഈ 6 വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിനെയും സ്വാഭാവികമായിട്ടും അടുത്തു നിന്നെന്ന പോലെ വാച്ച് ചെയ്തിട്ടുള്ള ആളാണ്. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി ഹൈബിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്താണ്? അല്ല, യാതൊരു ജനാധിപത്യ മര്യാദയും ഇല്ലാത്ത ആളാണ് പ്രധാനമന്ത്രി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു മീഡിയയെ അല്ലെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് നടത്തി നിങ്ങളുടെ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം റേഡിയോയിലൂടെ പറയുന്നത്, മൻ കി ബാത്ത് പറയുന്നത് നമ്മൾ കേൾക്കുന്നതും, അദ്ദേഹം ഒരു ചാനലിന് കൊടുക്കുന്ന ഇൻ്റർവ്യൂ നമ്മൾ അറിയുന്നതുമല്ലാതെ ഒരു ഓപ്പൺ മീഡിയയെ ഫേസ് ചെയ്യാൻ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് 11ാമത്തെ വർഷം പൂർത്തീകരിച്ചു. ഈ 11 വർഷത്തിലും അദ്ദേഹം അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടില്ല. പിന്നെ എതിരാളികളുടെ ശബ്ദം കേൾക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒരു ഇൻസൈഡ് ദ ഹൗസ്, പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും ഏത് വിഷയമാണെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷം പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസ് ഏറ്റുവാങ്ങുമായിരുന്നു. അത് വളരെ പോസിറ്റീവായി കാണുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം തികഞ്ഞ ഒരു ഫാഷിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. കേരളത്തോട് കടുത്ത അവഗണന, ഇപ്പോൾ വയനാട് ദുരന്തം പോലുള്ളൊരു സംഭവം ഉണ്ടായിട്ട് നമ്മൾക്കുള്ള ഫിനാൻഷ്യൽ എയ്ഡ് ഒരു ലോണിൻ്റെ രൂപേണ നൽകുന്നു എന്നുള്ളതല്ലാതെ അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ച് ബൈ പാർട്ടിസൺ ആയിട്ട് അദ്ദേഹം കാണിച്ചിട്ടില്ല. അത് കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് മാത്രമല്ല, ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന മുഖം പ്രധാനമന്ത്രിയുടേതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് ആശയപരമായ എല്ലാ വിയോജിപ്പുകളും നേരിട്ട്, അപ്പോൾ നിങ്ങൾ പാർലമെൻറ്റിൽ കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി അദ്ദേഹത്തോടുള്ള പ്രതിഷേധം പ്രസംഗങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ ഞങ്ങൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ 6 വർഷമായി ചടുലമായി ഞങ്ങളത് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു ജനാധിപത്യവാദിയാണ്, മതേതരവാദിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ചെയറിലിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന, ക്രിറ്റിസിസംസ് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുള്ള ഒരാളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കേരളത്തിൽ BJP ഇപ്പോഴും വളരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഇലക്ട്രലി അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചില യങ് നേതാക്കന്മാരെ BJP അവരുടെ കൂടെയാക്കി ദി ഇൻഡക്റ്റഡ് 2 യങ് ലീഡേഴ്സ്, സം യങ് ലീഡേഴ്സ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി A.K. ആൻ്റണിയുടെ മകനൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ യങ് ലീഡേഴ്സിനെ പലരെയും BJP സമീപിച്ചു, ഇങ്ങനെ നമ്മൾ കഥ കേൾക്കുന്നത്. ഹൈബി എപ്പോഴെങ്കിലും BJP സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ BJP ഒഫീഷ്യലായിട്ട് ഇപ്പം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് BJPയിൽ. ഇപ്പോൾ അവർ പല ആൾക്കാരും പറയും BJPയിലേക്ക് വരൂ എന്ന് പറയുന്നല്ലാതെ ഒരു ഒഫീഷ്യൽ ചാനലിലൊന്നും ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് പോയതിനേക്കാൾ മിടുക്കരായിട്ടുള്ള നേതാക്കന്മാർ, ഇപ്പോൾ സന്ദീപ് വാര്യർ അവരുടെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ്. ആ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വന്നത് കോൺഗ്രസ്സിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്, BJPക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അനിൽ ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോഴോ ഇപ്പോൾ BJPയിലായിരിക്കുമ്പോഴോ ഒരു റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർക്കെല്ലാം പാർട്ടി ഓരോ കാലഘട്ടത്തിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഞങ്ങളെക്കുറിച്ചിട്ടുള്ളായിരുന്ന ആരോപണം പലപ്പോഴും മക്കൾ രാഷ്ട്രീയം വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലീഡർ K. കരുണാകരൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയെന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ കോൺഗ്രസ്സിന് ചടുലമായി അവരുടെ ആസ്പിറേഷൻസും ഡ്രീംസും ഫുൾഫിൽ ചെയ്യുന്ന യങ് ആയിട്ടുള്ള ആൾക്കാരാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ലോക്സഭയിൽ നമ്മൾ പറയുന്ന ഒരു നമ്മൾ മുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് BJPക്ക് ശരിയാണ് നല്ല നേതാക്കന്മാരുണ്ട്,
പക്ഷേ ഒരു സെക്കൻഡ് റങ് ലീഡർഷിപ്പിനെ നോക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ഹൗസിൽ മന്ത്രിമാരായിരുന്ന 17th ലോക്സഭയിൽ മന്ത്രിമാരായിരുന്ന സ്മൃതി ഇറാനി, അനുരാഗ്, ഇവരൊക്കെയാണ് യങ് ലീഡേഴ്സായിട്ട് എമർജിങ് ആയിട്ട് കരുതപ്പെട്ടിരുന്നത്. ഇവരൊന്നും ഇപ്പം മന്ത്രിസഭയിലില്ല. അതേസമയം ഓപ്പോസിഷനിൽ ഇപ്പം നമ്മളവിടെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ ഒരു വലിയ യങ് ലീഡേഴ്സിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പോൾ അഖിലേഷിൻ്റെ പാർട്ടിയിലുണ്ട്, പല പാർട്ടികളിലും, ഈവൻ ഈ ടു ആൻ എക്സ്റ്റെൻറ്റ് TDPയിലുണ്ട്, BJPയുടെ അലയും മറ്റേയാളായ TMCയിലുണ്ട്, LJPയിലുണ്ട്. പക്ഷേ അതേസമയം ഈ എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ പല പാർട്ടികൾക്കും കോൺഗ്രസ്സിന് മെയിനായിട്ട് ഈ യങ് യൂത്തിനെ ഇത് കോൺഫിഡൻസ് എടുക്കാൻ പറ്റാത്ത നാഷണൽ ലെവലിൽ ഒരു നല്ല നിര നേതാക്കന്മാരുണ്ടായിട്ട് പോലും? അല്ല, ഒരു ജനറേഷണൽ ഷിഫ്റ്റ് ഞങ്ങളെപ്പോഴും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളോട് ഞങ്ങളുടെ കോൺവെർസേഷൻസിൽ പറയുന്നൊരു കാര്യമാണ്. ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പ് കോൺഗ്രസ്സിൽ എമർജ് ചെയ്ത് വരേണ്ട സമയമായി. നിങ്ങൾ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുക്കും. ഇപ്പോൾ രേവന്ത് റെഡ്ഡിയെ പോലൊരു മുഖം കോൺഗ്രസിൻ്റെ PCC ചീഫായി വന്നതിന് ശേഷമാണ് കോൺഗ്രസ്സിന് ആ സംസ്ഥാനത്തൊരു പ്രതീക്ഷ ഉണ്ടായത്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു യങ് ടൈറ്റിലിൽ വരെങ്കിൽ പോലും DK ശിവകുമാറിനെ പോലെ ഒരു റീജിയണൽ ഫേസ് കർണാടകയിലുണ്ടായി. അതുപോലെ പല സംസ്ഥാനങ്ങളിലും യങ് ആയിട്ടുള്ള ആളുകൾ, ചില ആളുകൾ BJPയിലേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ലീഡർഷിപ്പിന് ഇനിയെങ്കിലും ഇത് കൈമാറിയില്ല എങ്കിൽ, ഈ ഉത്തരവാദിത്തങ്ങൾ നൽകിയില്ല എങ്കിൽ, അവരെ വിശ്വാസത്തിലെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അവിടെ എല്ലാം തിരിച്ചടി നേടും. നമ്മൾ ഓരോ സ്റ്റേറ്റിൽ നമ്മൾ പുറത്തുനിന്നുള്ള ആളുകളല്ല കൊണ്ടുവരേണ്ടത്. ഓരോ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്ന പ്രാദേശിക നേതാക്കന്മാരെ കോൺഗ്രസ്സിന് വാർത്തെടുക്കാൻ സാധിക്കണം. എവരി സ്റ്റേറ്റും നല്ല അവസ്ഥയിലാണെങ്കിലും മോശം അവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് ഒരു ടൈം കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഇവിടെ എല്ലാം പുതിയ മുഖങ്ങൾ, കോൺഗ്രസിൻ്റെ മറ്റൊരു നിര. ഇനി പാർലമെൻ്ററി രംഗത്ത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഓർഗനൈസേഷനലി അവരെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദാറ്റ് ഇസ് എ ഫാക്ട്. അത് നമ്മൾ ഡിനൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഹൈബി എറണാകുളം MP എന്നുള്ള നിലയിൽ ഹൈബിക്ക് ഇൻ ദി റീസെൻറ്റ് പാസ്റ്റ് ഒരു ടഫ് സിറ്റുവേഷൻ ഉണ്ടായത് ആ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വന്നു. ഇപ്പം മുനമ്പം ഇഷ്യൂവിലാണ് പല ആൾക്കാരും ആ മുനമ്പത്തെ എന്താണ് അതിലെ സംഭവവികാസങ്ങളെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടാണ്, ഒരു ലീഗൽ ഇഷ്യൂ അല്ലാതെ ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ആയിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഫോർ യു ടു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ? അല്ല, ഞാൻ ഒരുപാട് രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട്. പേഴ്സണലി, പൊളിറ്റിക്കലി എല്ലാം കടന്നു വന്നിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു നിയമപരമായ വിഷയമാണ്. വഖഫ് ബില്ല് എന്ന് പറയുന്നത് നിലവിൽ പാസ്സാക്കാൻ പോകുന്ന, പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പോകുന്ന നിയമവും മുനമ്പത്തെ ജനതയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഇത് ഞാൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ, ഈ വിഷയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വിഷയമാണ്. അവരുടെ കരം സ്വീകരിക്കാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ഈ BJP ബില്ല് അവതരിപ്പിക്കുന്നതിനോ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനോ മുമ്പ് തന്നെ ഉണ്ടായ ഇഷ്യൂ ആണ് വഖഫ് മുനമ്പം വിഷയം. പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഞാൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പാർലമെൻറ്റേറിയൻ ആയതുകൊണ്ടും പാർലമെൻ്ററി പ്രൊസീജിയേഴ്സിൻ്റെ ഭാഗമായിട്ട് ഒരു ബില്ലിൻ്റെ ഇൻട്രൊഡക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് ബില്ല് വരുമ്പോഴും നമ്മൾ ചെയ്യുന്നൊരു യു ഹാവ് സീൻ ദ പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ് ഫോർ മെനി ഇയേഴ്സ്. ആ അവതരണ അനുമതി നിഷേധിച്ചുകൊണ്ട് നമ്മളൊരു നോട്ടീസ് കൊടുക്കും. ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ബിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്നൊരു നോട്ടീസ്. ഞാൻ ചെയ്ത തെറ്റ് ആയിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് അതാണ്. കേരളത്തിൽ BJP വളരെ ബോധപൂർവം ക്രൈസ്തവരായിട്ടുള്ള ആളുകളെയും ഇസ്ലാം മതവിശ്വാസികളെയും വേർപിരിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു അജണ്ടയാണ്. അതൊരു RSS അജണ്ടയാണ്. അതിപ്പോഴല്ല, കേരളത്തിൽ അവരെല്ലാം ഫൈറ്റ് ചെയ്ത് ഫലിക്കാതെ ഇപ്പോൾ അവരുടെ പുതിയ അടവ് എന്ന് പറയുന്നത് മൈനോറിറ്റീസ് ഒരുമിച്ച് നിന്നാൽ കേരളത്തിൽ ഒരിക്കലും BJPക്ക് അധികാരത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളുടെ ഭാഗമാണ് മുനമ്പത്ത് തമ്പടിക്കുന്ന BJPയുടെ ദേശീയ നേതാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും എല്ലാം ലക്ഷ്യം വയ്ക്കുന്നതാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വവും ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം മുനമ്പത്തുകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടരുത്,
അവർക്ക് കരമടയ്ക്കാനും അവർ നൂറ്റാണ്ടുകളായി അവരുടെ കൈവശമുള്ള ഭൂമി അവർക്ക് ലഭിക്കണം എന്നുള്ളതാണ്. ഇതിന് ഞങ്ങൾ അനുകൂലമാണ്. പക്ഷേ വഖഫ് ബില്ല് എന്ന് പറയുന്നത് മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സിനോടുള്ള ഒരു കടന്നുകയറ്റമാണ്. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അവകാശങ്ങൾ കവർന്നെടുക്കാൻ, എന്നാൽ അത് വേറെ രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇത്രേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ വളരെ ക്ലിയറാണ്. ദിസ് ബിൽ ഡസൻ ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് മുനമ്പം ഇഷ്യൂ. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ഗവൺമെൻറ് വെച്ച ഹൈക്കോടതി കമ്മീഷൻ CNR കമ്മീഷനെ ജസ്റ്റിസ് ബച്ചു കുര്യൻ അതിൻ്റെ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തു, സെറ്റ് അസൈഡ് ചെയ്തു. ഇനി അത് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം ട്രിബ്യൂണലിലിരിക്കുന്ന കേസാണ് ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ BJPയുടെ ക്ലെയിം ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പറഞ്ഞാൽ ഈ ബില്ല് പാർലമെൻറ്റിൽ പാസ്സാവും. എന്തായാലും പാസ്സാവും. കാരണം അവർക്ക് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. അവർ ആ ഭൂരിപക്ഷം വെച്ച് ഇത് പാസ്സാക്കിയാൽ മുനമ്പത്തിൻ്റെ പ്രശ്നം കഴിയും. ഞങ്ങൾ ഹാപ്പിയാണ്. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അത് പാസ്സാക്കി മുനമ്പത്തുകാരുടെ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം കിട്ടുമെങ്കിൽ ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ദേ ഹാവ് ദ നമ്പേഴ്സ്. പാർലമെൻറ്റേറിയൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഓപ്പോസിഷൻ ഉണ്ടെങ്കിലും അത് പാസ്സാവുമല്ലോ. അത് പാസ്സായിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്, ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്, നിയമപരമായി എൻ്റെ ഭാര്യ അടക്കമുള്ള ആളുകൾ ഈ മുനമ്പം ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് കരമടയ്ക്കണമെന്ന് പറഞ്ഞ് അവരുടെ ലീഗൽ ഫൈറ്റിൽ ആ ബാറ്റിൽ അഡ്വക്കേറ്റ് S. ശ്രീകുമാറിൻ്റെ ഓഫീസിൽ ജൂനിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവരും ബ്രീഫ് ചെയ്തതനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോടതിയിൽ നിന്ന് തന്നെ ശാശ്വതമായൊരു പരിഹാരം കിട്ടേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി എന്നെ തേജോവധം ചെയ്യുന്നതിലോ എന്നെക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതിലോ എനിക്ക് പ്രശ്നമില്ല. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അവരെ BJPയുടെ ട്രാപ്പിലേക്ക് വീഴ്ത്തുകയാണ്, അവരെ കേരളത്തിലെ ക്രൈസ്തവരെയും മുസൽമാന്മാരെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു RSS അജണ്ടയാണ് ഇത്. ഞാൻ പബ്ലിക്കായിട്ട് അവിടെ പോയി പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഏറ്റവും ആദ്യം VD സതീശൻ അവിടെ ഒരു എക്സ്പ്ലനേഷൻ യോഗം വെച്ചിരുന്നു. ഞങ്ങളവിടെ 50ാമത്തെ ദിവസം സമര സമ്മേളനത്തിൽ പങ്കെടുത്തു. ഞങ്ങളിതെല്ലാം അവരോട് നിരവധി തവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങൾ അൾട്ടിമേറ്റ്ലി വി ആർ വിത്ത് മുനമ്പത്തെ ആളുകൾ. അവരുടെ ജനിച്ച് ജീവിക്കുന്ന മണ്ണ് അവർക്ക് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകൾ തന്നെയാണ്. ഹൈബി RSSൻ്റെ ഇതിനെ കുറ്റം പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തല്ലോ ഇവിടെ. പക്ഷേ അവിടുത്തെ CPMൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? അതായത് ഹൈബി മെൻഷൻ ചെയ്ത ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ടെൻഷനോ വരികയാണെങ്കിൽ RSSന് മാത്രമേ അതിനകത്തൊന്നും പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ല, ഞങ്ങൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കമ്മ്യൂണൽ ഹാർമണി തകരരുത്. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിൻ്റെ ഒരു സവിശേഷതയാണ്, വഖഫ് എന്ന് പറയുന്ന മുസ്ലിം റൈറ്റ്സിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു ബോർഡുമായി നിലനിൽക്കുന്ന ഒരു തർക്കത്തിൽ അവരെ ഇറക്കി വിടരുത്, അവരെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ലീഡർ മാത്രമല്ല പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അദ്ദേഹം ഒരുപാട് മുസ്ലിം മറ്റ് ഗ്രൂപ്പ്സിൻ്റെ സ്പിരിച്വൽ ഹെഡ് കൂടിയാണ്. അവർ എല്ലാവരെയും വിളിച്ച്, അവർ പാണക്കാട് ഒരു മീറ്റിംഗ്, കോഴിക്കോട് ഒരു മീറ്റിംഗ് വിളിച്ച് അവർ തീരുമാനമെടുത്തു. ഒഫീഷ്യലി ഞങ്ങൾ ആരും ക്ലെയിം ചെയ്യില്ല. ചില എക്സ്ട്രീം സംഘടനകൾ വ്യക്തിപരമായും ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ നിയമപരമായ പോരാട്ടത്തിന് നിൽക്കുന്നുണ്ടെന്നൊഴിച്ചാൽ അവർ എത്ര മാഗ്നാനിമറ്റായിട്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തത്. അവർ പോയി വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഹൗസിൽ പോയി എല്ലാ പിതാക്കന്മാരെയും കണ്ട്, ഞാൻ പറയുന്നത് ഒരു സാമുദായികമായൊരു സ്പർദ്ധ വേണ്ട എന്നുള്ള വിശാലമായൊരു കാഴ്ചപ്പാട് എടുത്തത് ലീഗ് പോലുള്ളൊരു പാർട്ടിക്ക് കഴിയുമെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണരുത്. അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിനാണ്, ഈ മതസ്പർദ്ധ വരുത്താൻ വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവ് അവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവണമെന്നാണ്. അവരെ കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പല സംഘടനകളും. അതാണ് ഞങ്ങളുടെ പോയിന്റ്. ഹൈബി എറണാകുളം MP എന്നുള്ള നിലയിൽ അവിടുത്തെ ഒരു സിനിമാ ലോകവുമായി വളരെ പലരും കൊച്ചി അല്ലെങ്കിൽ എറണാകുളത്താണ് സെറ്റിലായിട്ടുള്ളത്. അതിനകത്ത് പലരുമായിട്ടും ഹൈബിക്ക് പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളുമുണ്ട്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നല്ലോ, അത് ഈ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചെടുത്ത് അതിൻ്റെ അകത്ത് കുറേയേറെ ആരോപണങ്ങളുണ്ടായിരുന്നു.
അതിൻ്റെ അകത്ത് ഒരു വലിയ ആരോപണം എന്ന് പറയുന്ന ഒരു മിസോജിനിസ്റ്റിക് അപ്രോച്ചാണ് സിനിമാ ലോകത്ത് ജനറലി ഉള്ളതെന്നാണ്. ഇതിനെപ്പറ്റി ഹൈബിക്ക് എന്താ അഭിപ്രായം? ഹൈബിക്ക് തോന്നിയിട്ടുണ്ടോ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളത്? അല്ല, ഫിലിം ഇൻഡസ്ട്രി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ തമാശയ്ക്ക് പറയുന്നത് പഴയ എറണാകുളം എന്ന് പറയുന്നത് പഴയ കോടമ്പക്കമാണെന്നുള്ളതാണ്. കാരണം സിനിമ ആഗ്രഹിച്ച് വരുന്ന എല്ലാ ആളുകളും മലയാള സിനിമയിൽ അവർ സമോർദി അതർ കൊച്ചി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എപ്പോഴും അവരുടെ പല കാര്യങ്ങളും എളുപ്പം കൊച്ചിയിൽ വരുമ്പോഴാണ് അവർ സെറ്റിലാവുന്നത് കൊച്ചിയിലാണ്. ഒരുപാട് പേര് എൻ്റെ സോഷ്യൽ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അവരിൽ പല ആൾക്കാരുടെയും പേഴ്സണൽ കോൺവെർസേഷൻസിൽ ചില ആൾക്കാർ അഗ്രസീവാണ്, ചില സ്ത്രീകൾ അഗ്രസീവാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിൽ വളരെ കൃത്യമായൊരു നിലപാടെടുത്ത ആളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യണം, അസംബ്ലിയിൽ വെക്കണം. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത്? ഇപ്പം ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഹേമ കമ്മിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട മൊഴി കൊടുത്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആക്ടർ, അവരെന്നോട് ഒരാവശ്യം ഉന്നയിച്ചിരുന്നു, ഈ റിപ്പോർട്ട് ടേബിൾ ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയുകയും അദ്ദേഹം അത് വളരെ കൃത്യമായി അന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. പക്ഷേ അതിന് കുറേ കഴിഞ്ഞിട്ടാണ് വീണ്ടും അത് ചർച്ചയിലേക്ക് വന്നത്. അപ്പോൾ പല കാര്യങ്ങളും അതിൽ ചില ആളുകളുടെ അനുഭവങ്ങൾ തുറന്നു പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അത് സിനിമാ ലോകത്ത് മാത്രമല്ല കേട്ടോ, ഏത് കോർപ്പറേറ്റ് മേഖലയിൽ പോയാലും ഏത് തൊഴിലിടത്തും സ്ത്രീകളെ മിസ്ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്, ആസ് എ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇടപെട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത് വളരെ ഗുരുതരമായി ഇപ്പോൾ പല മൊഴികളും രഹസ്യമായിട്ട് കൊടുത്ത മൊഴികളാണ്, നമ്മൾക്ക് അറിയാത്ത മൊഴികളാണ്, അത് ക്യാപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലങ്ങനെ അവർക്കെതിരെ വേർതിരിവ് ഉണ്ടായിട്ടില്ലെങ്കിൽ, അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാസ്റ്റിംഗ് കൗച്ച് പോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നടപടിയെടുക്കണം. അതൊരു പ്രോഗ്രസീവായിട്ടുള്ള, ഇപ്പോൾ പല ആൾക്കാർക്കും ബാത്റൂംസ് ഇല്ലാതെ, പല ആളുകൾക്കും അവർക്ക് എന്താ പറയുക അവരുടെ ക്യാരവൻ ഇല്ലാതെ, അവർക്ക് ഒരേ ഫിലിമിൽ അഭിനയിക്കുന്ന രണ്ട് ആർട്ടിസ്റ്റുകളോട് വ്യത്യസ്തമായ അഭിപ്രായം, ഭക്ഷണത്തിൽ വേർതിരിവ് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവായിട്ടുള്ള സൊസൈറ്റിയിൽ ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഞങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഇൻട്രാക്ട് ചെയ്ത മുഴുവൻ ആളുകളുടെയും പരാതികൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോംസ് വഴി റേസ് ചെയ്തിട്ടുണ്ട്. അത് ഒഫീഷ്യലി പ്രതിപക്ഷ നേതാവായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റായിട്ട് വർക്ക് ചെയ്തത്. അത് തീർച്ചയായിട്ടും ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ പരിരക്ഷ കൊടുക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ഞങ്ങൾ അവരോടൊപ്പമാണ്. ഹൈബി എറണാകുളം MP എന്നുള്ള നിലയിൽ കുറേയേറെ ഇപ്പോൾ ഒരു സോഷ്യൽ ഇനിഷ്യേറ്റീവിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുറേയേറെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേയേറെ ഇനിഷ്യേറ്റീവ് എടുത്തു ഹൈബി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ മെൻസ്ട്രൽ കപ്പ് ഡിസ്ട്രിബ്യൂഷൻ, കപ്പ് ഓഫ് ലൈഫ്, പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് സെൻറ്റർ വെയിറ്റിംഗ് ഷെഡിനകത്ത് തുറന്നു. ഇത്തരം ഹൈബിക്ക് തോന്നുന്നുണ്ടോ ഹൈബി ഒരു കൂടുതലൊരു ഏർബൻ ഡോമിനേറ്റഡ് ഒരു സ്ഥലത്തെ MP ആയതുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത്? കുറച്ചുകൂടി കേരളത്തിൽ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി റൂറലായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൺസർവേറ്റീവായിട്ട് അകത്തേക്ക് പോകുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഇനിഷ്യേറ്റീവിനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഒരു ഏർബൻ MP എന്നുള്ള രീതിയിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിട്ടില്ല. എന്നാൽ എനിക്ക് ഒരു വലിയൊരു തീരദേശ മേഖലയുണ്ട്. ചെല്ലാന മുതൽ ചെറായി വരെ എന്ന് പറയുന്നത് ഒരു 70 കിലോമീറ്റർ വരുന്ന തീരദേശ മേഖലയാണ്. അതൊരു അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു MP കൂടിയാണ് ഞാൻ. ഇപ്പോൾ KC വേണുഗോപാലും ഞാനും കഴിഞ്ഞ പ്രാവശ്യം പ്രതാപനും എല്ലാം ഞങ്ങളുടെ തണൽ ഭവന പദ്ധതി, ഫിഷർമന് വേണ്ടിയിട്ടുള്ള വീട് പദ്ധതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏർബൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ കേരളം ആസ് എ ഹോൾ ഒരു ഏർബൻ സ്വഭാവമുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഡൽഹി ഈ പാർലമെൻറ്റിൻ്റെ മന്ദിരവും പരിസരവും വിട്ട് കഴിഞ്ഞാൽ ഡൽഹിയിലെ ഒരു ഗാവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാനിറ്ററി നാപ്കിൻ ആക്സസ് ഇല്ലാത്ത ആളുകളുണ്ട്. ഞാൻ കുറച്ച് NGOs ആയിട്ട് സംസാരിച്ചു. അവരിപ്പോഴും പഴന്തുണി ഉപയോഗിക്കുന്ന സ്ത്രീകൾ മെൻസ്ട്രുവേഷൻ ഡേയ്സിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കേരളം അത് വെച്ച് നോക്കുമ്പോൾ സോഷ്യലി ഒരുപാട് പ്രോഗ്രസീവാണ്. ചില പ്രോജക്ട്സ് ഇപ്പോൾ ഈ കപ്പ് ഓഫ് ലൈഫ് തന്നെ ഇത് പലപ്പോഴും ചില ആൾക്കാർ പറഞ്ഞു ഇതൊരു ബൂമറാങ് ആവും, ഇതൊരു ഭയങ്കര ഒരു ബോൾഡ് സ്റ്റെപ്പാണ്, ഇത് ചിലപ്പോൾ ബാക്ക് ഫയർ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ആ ക്യാമ്പയിൻ കൊണ്ടുപോയത് ആരെങ്കിലും ഇതിനെതിരെ പറഞ്ഞാൽ, മെൻസ്ട്രുവേഷനെതിരെ സംസാരിച്ചാൽ അതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കും, സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്.
പക്ഷേ കേരളത്തിൻ്റെ ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരുപാട് നല്ല പദ്ധതികൾ നടക്കുന്നുണ്ട്. പക്ഷേ എറണാകുളത്തിൻ്റേതായ ഒരുപാട് സവിശേഷതകളും കുറേ കൂടി സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം വർക്ക്ഡ് വെൽ എന്നുള്ളതാണ്. അതൊരു റൈറ്റ് ടൈമിംഗ് ആയിരുന്നു. ഇത്തരം ഈ ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കാൻ ഹൈബിക്ക് ആരാ പ്രചോദനം തരുന്നത്? ഹൈബിയുടെ വൈഫ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത് അന്നയുടെ പ്രചോദനമാണോ അതെയോ ഹൈബിക്ക് ഇത് എനിക്ക് വോട്ട് കിട്ടാൻ ഇതാണ് കൂടുതൽ നല്ലത് എന്ന് തോന്നി? ചിലത് വോട്ട് മാത്രമല്ല, ചിലത് നമ്മൾക്കൊരു സോഷ്യൽ ചേഞ്ച്. ഞാനിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ അന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം 2013 തുടങ്ങിയത് ഒരു സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻ ആൻഡ് ഇൻസിനേറ്റർ എന്നുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. 25 സ്കൂളുകളിൽ. അന്ന് ആക്ടർ രേവതിയും ADGP ആയിരുന്ന ശ്രീലേഖ IASഉം ഏഷ്യാനെറ്റിലെ സന്ധ്യയെല്ലാം അന്ന് ആ പ്രോഗ്രാമിന് വന്നിരുന്നു. അന്ന് ഡെപ്യൂട്ടി മേയറും ഭദ്ര എന്ന് പറഞ്ഞൊരു ലേഡിയായിരുന്നു. അന്നൊരു ഗേൾസ് സ്കൂളിലാണ് ഞങ്ങൾ തുടങ്ങിയത്. 1 രൂപ ഇട്ടാൽ ഒരു സാനിറ്ററി നാപ്കിൻ കിട്ടും. ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നായിരുന്നു ആ പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പം ഞാൻ അന്നിങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അന്നയുടെ ഒരു കൂടി ഐഡിയയോടുകൂടി തുടങ്ങി. പിന്നെ ആക്ടർ പാർവതി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. മെൻസ്ട്രുവൽ കപ്പിലേക്കുള്ളൊരു ട്രാൻസിഷന് ഒരുപാട് പേര് പറഞ്ഞ് തന്നു, പഠിക്കാൻ പറഞ്ഞു തന്നു, കുറേ കാര്യങ്ങൾ പഠിച്ചു. എനിക്കും ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ഇത്രയേ ഉള്ളൂ. എറണാകുളത്ത് മെട്രോ അല്ലെങ്കിൽ വാട്ടർ മെട്രോ അല്ലെങ്കിൽ റോഡുകൾ, പാലങ്ങൾ, ഹൈവേകൾ ഇതെല്ലാം വരും. ഹൈബി ഈഡൻ MP ആവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പ്രോജക്റ്റിൽ ഒരു നമ്മൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് റേഷ്യോ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ലെവലിൽ ചെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ സംടൈംസ് എന്നെപ്പോലെ ഒരാൾക്ക് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഇനീഷ്യേറ്റീവ് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെ വന്നതാണ്. പക്ഷേ ഐ നെവർ തോട്ട് ദറ്റ് ദിസ് ഇമ്പാക്റ്റ്ഫുൾ. ഞാൻ എത്തിച്ചേരാത്ത, ഞാൻ കാണാത്ത, ഞാൻ അറിയാത്തൊരു വലിയ വിഭാഗം സ്ത്രീകളിലേക്ക് ഈ പദ്ധതി. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആണുങ്ങളുടെ ഒരു സപ്പോർട്ടും ഭയങ്കരമായിരുന്നു. ആ ഒരു ഞാൻ പറഞ്ഞു ഈ പ്രോജക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. കാരണം സ്ത്രീകൾ മെൻസ്ട്രുവേഷൻ ടൈമിൽ പോകുന്ന ഒരു ഇമോഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ പെയിൻ മാത്രമല്ല, ഒരു ഇമോഷണൽ സ്വിങ് അറ്റാച്ച് ടു ദാറ്റ്, അത് പുരുഷന്മാരെ സെൻസിറ്റൈസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിലൊരു കേസ് സ്റ്റഡിയായി. BBC അത് റിപ്പോർട്ട് ചെയ്തു. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് കിട്ടി. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും എല്ലാ കോളേജുകളിലും ഇപ്പോൾ മെൻസ്ട്രുവൽ ലീവ് 2% കേരള ഗവൺമെൻറ് എല്ലാ മാൻഡേറ്ററി ആക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിലും. LSGD രാജേഷിൻ്റെ മിനിസ്റ്റർ 10 കോടി രൂപയാണ് ഹരിത കേരള മിഷൻ വഴി കപ്സ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി കൊടുത്തിരിക്കുന്നത്, ബഡ്ജറ്റിൽ മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ ഒരുപാട് സ്കൂൾസിലും കോളേജ് യൂണിയൻ്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് കപ്പ് ഡിസ്ട്രിബ്യൂഷനാണ്, അവരുടെ ഇനീഷ്യേറ്റീവായിട്ട്. അപ്പോൾ ആ ഒരു കൾച്ചറൽ ട്രാൻസിഷൻ നടന്നു എന്നുള്ളതാണ്. ഇത് നമുക്ക് ഇനി ഒരിക്കലും എൻ്റെ ലൈഫ് ടൈമിൽ നടത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതുപോലൊരു പ്രോജക്റ്റ്. ഹൗ ആർ യു ആസ് എ ഡാഡ്? ഞാൻ വളരെ അധികം എൻ്റെ മോളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ക്ലാരിയോടും കൂടി ചോദിക്കണം. അതെ, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ പിടിക്കും. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിയുന്നത് വരെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇയറായിട്ട് ഞാൻ അവളെ കൊണ്ടുപോയിട്ടില്ല. അല്ലെങ്കിൽ ഞാനായിരുന്നു സ്ഥിരം ബൈക്കിന് കൊണ്ടുപോയിട്ട് ബസ് സ്റ്റോപ്പിൽ വിടുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7:30 മണിക്ക് ബൈക്കിൽ പോയി 7:45 ബസ് വരുന്നവരെ ഞങ്ങളവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കും. ഞാൻ പറയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, യു ആർ ഫ്രീ ടു സ്പീക്ക്, എന്ത് പ്രശ്നങ്ങളും സംസാരിക്കാം. ഇനി അമ്മയോട് സംസാരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഞങ്ങൾ സിനിമയ്ക്ക് പോകും. ഇപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു തമിഴ് മൂവി കണ്ടു. അപ്പം സിനിമയ്ക്ക് ഞങ്ങൾ പോകാറുണ്ട്. പല കാര്യങ്ങളും സാധാരണ ഒരു പാരൻസ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഷീ ഈസ് ഗോയിങ് ടു ബി എ ടീനേജർ ദിസ് ഇയർ എൻഡ്, 8th ഈ അക്കാഡമിക് ഇയർ. അപ്പോൾ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും എന്നെ പഠിപ്പിക്കുന്നത് ഭാഷ, ചില വാക്കുകൾ, ചില പാട്ടുകൾ. ജെൻസി അല്ല, ഷീ ക്ലെയിംസ് ടു ബി ആൽഫ ജെൻ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ കഴിഞ്ഞ ദിവസം ക്രിസ്മസിനൊരു ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യായിരുന്നു. ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഹാപ്പി ക്രിസ്മസ് ഫ്രം അസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഓ അപ്പം എന്തൊരു ക്രിഞ്ചാണപ്പാ എന്ന് പറഞ്ഞു. ദീസ് ആർ ദ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ദേ യൂസ്. ഹൈബിയുടെ ഫാദറിൽ നിന്ന്, അദ്ദേഹം ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു, അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച എന്തെങ്കിലും ഹൈബിക്ക് ആസ് എ ഡാഡ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഡാഡായിട്ടുള്ളൊരു കമ്പാരിസൺ എനിക്ക് തോന്നുന്നു ആ കാര്യത്തിനേക്കാൾ ഹി ഓൾവേസ് യൂസ് ടു ഉള്ള സമയം ഞങ്ങളെ നന്നായി നോക്കുമായിരുന്നു. ഐ മീൻ ഞങ്ങൾ ബ്രോഡ്വേ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഓർമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ അതല്ലാതെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പാരൻസ് കുറേ കൂടി ഇൻട്രാക്റ്റീവാണ് കുട്ടികളായിട്ട്. പണ്ടൊരു ഭയഭക്തി എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഫാദറിനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, മദറിനെ കണ്ടാൽ എഴുന്നേറ്റേക്കും, റെസ്പെക്റ്റ് ചെയ്യും, അധികം സംസാരിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്. എൻ്റെ മോൾക്കും നല്ല ഒപ്പീനിയൻസ് ഉണ്ട്. ചിലപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ ഷാർപ്പായിട്ട് ഒപ്പീനിയൻ പറയുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഓഫ് കോഴ്സ് ജോർജ് ഈഡൻ്റെ മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സ്നേഹവാത്സല്യങ്ങൾ എറണാകുളത്ത് വരെ തന്നിട്ടുണ്ട്. കണ്ടംപററീസ് ആയിട്ടുള്ള ഡാഡിയുടെ ഫ്രണ്ട്സ് നൽകിയിട്ടുണ്ട്. എനിക്കതെപ്പോഴും പൊളിറ്റിക്സിൽ ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗുഡ് വിൽ ഈസ് ഓൾവേസ് ദെയർ വിത്ത് മീ. പക്ഷേ ജോർജ് ഈഡൻ ഒരു കുറച്ച് വ്യത്യസ്തനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ന് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ എനി ക്യാൻ ബി ട്വിസ്റ്റഡ് ആൻഡ് ടേൺഡ്. പണ്ട് കുറേ കൂടി ഹ്യൂമൻ വാല്യൂസ് ഉണ്ടായിരുന്നു. പണ്ട് കുറേ കൂടി ഇപ്പോൾ ലീഡർ കെ കരുണാകരനും നയനാർക്കും ഒക്കെ കുറച്ച് അവകാശങ്ങൾ, നിങ്ങൾ മാധ്യമങ്ങളാണെങ്കിലും ലീഡറുടെ ഓരോ കുസൃതി ചോദ്യങ്ങളും വർത്തമാനങ്ങളും മറുപടികളും ഉണ്ടായിരുന്നു. ഇ കെ നായനാരനും അങ്ങനെ സഖാവിനും ഒരു ഇതുണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ എറണാകുളത്ത് ഫാദറിനൊരു വലിയ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. ടു ടോക്ക് ടു എനിബഡി, ടു ഗിവ് എനി അഡ്വൈസസ്, എന്തും പറയാറ്. അത് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും പ്രാവർത്തികമാകുന്ന ഒന്നല്ല. ഹൈബി, അത് പറയുമ്പം ഇപ്പോൾ കുറച്ചുകൂടി സെൻസിറ്റീവാണ് ആൾക്കാർ. ഒരു തരത്തിൽ നമുക്ക് കുറേ സെൻസിബിലിറ്റികൾ നഷ്ടപ്പെട്ടു. പക്ഷേ വേറൊരു തരത്തിൽ വരുമ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് വരുമ്പം പലരും കുറേ സെൻസിറ്റീവാണ്. അപ്പം ഹൈബിയൊക്കെ കോളേജിൽ പഠിച്ച സമയത്തൊന്നും ഇത്രയൊന്നും ആയിരിക്കില്ല. ഇപ്പം പെൺപിള്ളേരോട് പോലും പെൺകുട്ടികൾ ഫ്രണ്ട്സിനോട് പോലും കുറച്ചുകൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഹൈബിക്ക് ഒത്തിരി സൂക്ഷിക്കേണ്ടി വരുന്നില്ലേ? ഒരു സംസാരത്തിലും പിന്നെ ഒരു മെസ്സേജ് അയക്കുമ്പോഴും ഒരു തരത്തിൽ അതൊരു വലിയൊരു ഭയങ്കര നമ്മളെ ഒരു തരത്തിൽ റെസ്ട്രെയിൻ ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നു സൗഹൃദങ്ങൾ ഇപ്പോഴും കൂടുതൽ ജെൻഡർ ബേസ്ഡ് അല്ല. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലാണെങ്കിലും നമ്മളുടെ ഇടയിലാണെങ്കിലും അത് കുറേ കൂടി ഓപ്പണായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അല്ലാതെ ബൈ പാർട്ടിസനായിട്ടുള്ള റിലേഷൻസ്, ഇപ്പോൾ ഒരു BJPയിലൊരു ഫ്രണ്ട്, CPMലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് സമൂഹം വീക്ഷിക്കുന്നത് വളരെ എന്താ പറയുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത് ക്യാരി ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അത് ചിലപ്പോൾ ഒരു 0.1% ആൾക്കാരായിരിക്കും അത് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നത്. പക്ഷേ ദ മെസ്സേജസ് സെൻഡ് ടു എ വൈഡർ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കുറേ നമ്മുടെ മനസ്സ് ചുരുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്ക് സൗഹൃദങ്ങളും ഇതും ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ബീങ് പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള ഒരു സംഭവമാണ് ഞാൻ ചോദിച്ചത്. അല്ല, അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സമൂഹം വളരെ സെൻസിറ്റീവ് ആയി തുടങ്ങി ഇൻ ദാറ്റ് മാറ്റേഴ്സ്. സോ വി ഹാവ് ടു ബി എക്സ്ട്രാ കോഷ്യസ് ബിക്കോസ് വി ആർ കൺസിഡേർഡ് ആസ് റോൾ മോഡൽസ്. അപ്പോൾ നമ്മൾ കുറേ കൂടി അതിൽ ശ്രദ്ധ വേണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അത് കുറേ കൂടി ലിബറൽ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കുറേ കൂടി ഓപ്പൺ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കം ബാക്ക് ടു യുവർ പൊളിറ്റിക്കൽ ലൈഫ്. ഹൈബിക്ക് ഇപ്പോൾ ഒരു പ്രത്യേക ജങ്ചറിലാണ്. യു ആർ അറ്റ് കുറേ കഴിഞ്ഞു, കുറേ കഷ്ടപ്പെട്ടു. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ്? അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു ഇതിലെത്തി, ഇനി അടുത്ത ഇതിലേക്ക് ചിന്തിക്കേണ്ട സമയം ഒരു ജങ്ചറിലാണ്. യു ആർ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ദാറ്റ് യു ഹാഡ് ടു MLA ടേമായി, 2 MP ഇതായി. അപ്പം ഇനി എന്താണ് എത്ര വയസ്സ് വരെയാണ് രാഷ്ട്രീയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പൊളിറ്റിക്സിൽ നമുക്കൊരു കരിയർ ഡിസൈൻ ഓപ്ഷൻ ഇല്ലല്ലോ. നമ്മളിപ്പോൾ
ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കരിയർ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ കിട്ടണം, നമുക്ക് അതിൻ്റെ മേലുള്ള അഡ്വാൻറ്റേജ് കിട്ടണം, നമുക്ക് അതിൽ കുറേ ബെനിഫിറ്റ്സ് കിട്ടണം. അതൊന്നും ഒരിക്കലും പൊളിറ്റിക്സിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് ഗ്രോ ചെയ്യാൻ നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല. ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ. എനിക്ക് ഭയങ്കര പ്രായം ആവുന്നത് വരെ പൊളിറ്റിക്സിൽ ഉണ്ടാവണം എന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നാളെ മന്ത്രിയാവണം, നാളെ ഈ ഓർഗനൈസേഷനിൽ ഇന്ന പൊസിഷനിൽ എത്തണം എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, നമ്മൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ പാർട്ടി എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി തന്നാൽ ഞാൻ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കും. പാർട്ടി ഈസ് ഗിവ് മീ എ റെസ്പോൺസിബിലിറ്റി. കാരണം വളരെ ക്രൂഷ്യലായിട്ട് പാർട്ടി ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സെക്കൻഡ് ടൈം പാർലമെൻറ്റേറിയൻ എന്നുള്ള രീതിയിൽ കുറേ കൂടി കോൺസ്റ്റിറ്റ്യുവൻസി അഡാപ്റ്റീവായി, കുറേ കൂടി കോൺഫിഡൻ്റായി കുറച്ച് സമയം ഇനിയുള്ള 4 വർഷം മേ ബി ചിലവഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി തന്നാൽ ഡെഫിനറ്റ്ലി ഐ വിൽ ടേക്ക് അപ്പ് ദറ്റ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഞാൻ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, NSUയുടെ ഓൾ ഇന്ത്യ പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ഒരു വൈറ്റലായിട്ടുള്ള, ഇപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലുണ്ട് എന്നല്ലാതെ ഒരു വൈറ്റലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി, ഓർഗനൈസേഷൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ വന്നാൽ ഇത് ചെയ്യും. പക്ഷേ നമ്മൾക്കൊരു കരിയർ പ്ലാൻ പൊളിറ്റിക്സിലില്ലല്ലോ. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഡ്രീം ദറ്റ് ടുമോറോ ഐ ഷുഡ് ബി ദിസ് ആൻഡ് ദാറ്റ്. ഉള്ള സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളതാണ്. അധികം കൂടുതൽ വലിച്ചു നീട്ടി എൻ്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ കൊണ്ടുപോകണം എന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞു. പാട്ട് നിർത്തിയിട്ട് എന്ത് ചെയ്യാനാണ് പ്ലാന്? അല്ല, പാട്ട് നിർത്തിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആരോഗ്യമുണ്ടെങ്കിൽ ആ ആരോഗ്യമുള്ള സമയം വരെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി, പൊതുരംഗത്ത് നിൽക്കണതിന് ഇപ്പോൾ നമുക്ക് MLA MP ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലാതെ നമുക്ക് പൊതുരംഗത്ത് നിൽക്കാം. അല്ലാതെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നിർത്തിയാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡും ചെറുപ്പക്കാരുടെ ഇടയിൽ അങ്ങനെയാണ്. വളരെ നേരത്തെ ഏർലി റിട്ടയർമെൻ്റ് എടുക്കുക, ലോകം കാണുക, കാണാത്ത ലോകം കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യണം എന്നൊരാഗ്രഹമുള്ള ഒരാളാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഹൈബി. അങ്ങനെ സ്വപ്നം പോലെ തന്നെ ഭവിക്കട്ടെ. താങ്ക് യു.